ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കപ്പപ്പുഴുക്കും പിന്നെ ചപ്പാത്തിയാണ് രാത്രിക്കത്തെ ആ ഒരു ഫുഡ്. അപ്പോൾ ഞാൻ കപ്പയും ചെയ്യുമ്പോൾ കൂടിയാണ് കേട്ടോ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. അപ്പോൾ പിന്നെ വെച്ച പാന് ലേശം ഒന്ന് ചെറുതായി പോയിട്ട് പ്രാവശ്യം എനിക്ക് ചപ്പാത്തി കുറച്ച് വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു ഇത് എപ്പിസോഡ് എന്തോ ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ എന്തോ ഒന്ന് കാണണ്ടായിട്ട്. അപ്പോൾ അതെനിക്ക് കുറച്ചൊരു പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നി. കാരണം നമ്മളൊക്കെ വീട്ടിൽ വിരുന്നാർ വരുന്നുണ്ടാവില്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിരുന്നാർ വരുന്നത്. പക്ഷേ ഈ ചില വിരുന്നാർ പല ടൈപ്പ് ഓഫ് വിരുന്നാരുണ്ട്. ചിലർ നല്ല ആൾക്കാരായിരിക്കും. കാരണം അവർ വന്ന് നമ്മളെ ജസ്റ്റ് അവർക്കൊന്ന് കാണാം, നമ്മളോട് കുറച്ച് സംസാരിക്കുക, അത്രേ ഉണ്ടാവുള്ളൂ അവരുടെ ലക്ഷ്യങ്ങൾ. അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നമ്മൾ അവർ വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണോ കുറ്റമുള്ളത് അതെല്ലാം തേടി പിടിച്ച് പറയുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാർ പറയും ആദ്യമൊക്കെ മുറ്റം നന്നാക്കുന്ന മുന്നേ മുറ്റത്ത് നിറച്ച് പുല്ലായിരിക്കും. അപ്പം പറയും മുറ്റം നന്നാക്കണം അങ്ങനെ. ഇതൊന്നും നമുക്കറിയായിട്ടല്ല. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പറയും. പിന്നെ ഇപ്പോൾ കബോർഡ് വെച്ചിട്ടില്ല അങ്ങനത്തെ ഒക്കെ പറയുന്നത് ഇതൊന്നും നമുക്കറിയായിട്ടില്ല. പക്ഷേ നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ചിലപ്പം പൈസ ആയിരിക്കും, ചിലപ്പം ആ പൈസ എടുത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരാത്തത് കൊണ്ട് നമ്മളെ മനസ്സിൽ തോന്നാത്ത കാര്യങ്ങളല്ല. പക്ഷേ ചിലരുടെയൊക്കെ അത് സംസാരം ഇതും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അവർ പറഞ്ഞു തന്നാലേ നമുക്ക് ഇതൊക്കെ തലയിൽ കയറത്തുള്ളൂ എന്നുള്ളത്. സത്യം പറയാലോ, അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ തന്നെ ആദ്യമൊക്കെ ഞാനൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതിങ്ങനെയാണ് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കട്ടെ. പക്ഷേ ഇപ്പം ഞാൻ നെവർ മൈൻഡ്, ഞാൻ വിചാരിക്കുക അവർ പറയട്ടെ എന്ന് വിചാരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരാൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ വൃത്തി നോക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയും ഇനിയിപ്പോൾ ചെറിയൊരു മാറാലുണ്ടെങ്കിൽ പറയും മാറാല തട്ടില്ലേ, മാറാലുണ്ട് ഫുള്ള്, പിന്നെ തുടച്ചിട്ടില്ലേ, അടിച്ചിട്ടില്ലേ, ഇതെന്താണ് ഇങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായി നീറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ മെസ്സി ആയിട്ട് കിടക്കുന്ന വീടും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ ഒരുവിധ ആൾക്കാരൊക്കെ ഒരുവിധ വീട്ടിലൊക്കെ പോയാലും ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെവിടെയും പോകാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടെ വരുന്ന ആൾക്കാരായാലും പറയും ആ വീടിൻ്റെ എന്താണ് അങ്ങനെ സ്ഥിതി എന്നുള്ളത്. അത് അവരുടെ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും അവർ ആ വീട് ഇതാക്കാൻ. കാരണം ഒരു വീടുണ്ടാക്കി അതിൽ താമസിച്ചാൽ താമസിക്കുന്നവർക്കറിയാം അതെങ്ങനെ നന്നാക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ അവർ വൃത്തിയില്ലാത്ത ആൾക്കാർ തന്നെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരെ വീട്, അവരെ ആൾക്കാർ, അവരുടെ കാര്യങ്ങൾ, അതിൽ വെറുതെ എന്തിനാണ് നമ്മൾ ഇടപെടാൻ പോകുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ സ്വാതന്ത്ര്യമല്ലേ, അതിനനുസരിച്ച് ജീവിക്കാമല്ലോ. പിന്നെ വേറെ ടൈപ്പ് ഓഫ് വിരുന്നാരാണ് കേട്ടോ. അതായത് ഇവർ വരുമ്പോഴേക്ക് ഭയങ്കര തിരക്കായിരിക്കും. എന്നിട്ട് ആ തിരക്ക് നമ്മളിലേക്കും കൂടി ഇട്ടിട്ട് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും നമുക്ക് തിരക്കാണ് പെട്ടെന്ന് പോകണം പറയും. അപ്പോൾ നമ്മളതെന്നുണ്ടെങ്കിൽ ചായ സ്റ്റൗവിലേക്ക് വെക്കണ സ്റ്റൗവാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡുള്ള സ്റ്റൗവൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരെ കണ്ടാൽ ചിലപ്പോൾ അത് സ്ലോയിലായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ നാസർക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അവർക്ക് തിരക്കുണ്ടെങ്കിൽ നമ്മളെയും കൂടി തിരക്കാക്കും. അപ്പോൾ നമ്മൾ ആകെ ഒരു ഹറിബറി പോട്ടോ. ഇവരോട് സംസാരിക്കുകയും വേണം, ഇവർക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. ഞാനും പിന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ അതിനനുസരിച്ച് അവർക്ക് പോകണ്ടേലേന്ന്. പക്ഷേ ഇപ്പം ഞാൻ എന്താക്കും, എനിക്ക് തിരക്കില്ലെങ്കിൽ അവരിയ്ക്കട്ടെ, തിരക്കുണ്ടെങ്കിൽ അവർ പോട്ടെ. കാരണം അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഹറിബറാവേണ്ട കാര്യമില്ല. കാരണം അവർക്കറിയാമല്ലോ ഒരു വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്ക് പറയാന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടിരിക്കുക, നമുക്ക് തിരക്കൊന്നുമില്ല, നമുക്ക് സാവധാനം എല്ലാം മതി. അല്ലെങ്കിൽ പിന്നെ അവരോട് പറയാം നിങ്ങൾ ചായ ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ ജസ്റ്റ് ഒന്ന് കയറിയതാ, അങ്ങനെ പറയാം. ഇത് അവർ തിരക്കിൽ വരും, എന്നിട്ട് അവർക്ക് നല്ല ഹെവി ഫുഡും കൊടുക്കണം. ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വേറെ അവിടെ പോയിട്ട് അങ്ങനെ കിട്ടിയില്ലല്ലോ. സത്യത്തിൽ എനിക്ക് ഈ പറയണേൽ ഈ നാലാമത് വരുന്ന ആൾക്കാരെ ഭയങ്കര ഇതാട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വല്ലാതെ ടെൻഷൻ അടിച്ചോ. കാരണം നമ്മൾ ഇവരെ നല്ല രീതിയിൽ സ്വീകരിക്കണ്ടേ, അത് വിചാരിച്ചിട്ട്.